ഇപ്പം ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ് അവർ താലിബാനായിട്ട് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ജനാധിപത്യ രീതിയിലാണ് അവിടെ ഇലക്ഷൻ നടന്ന് വന്നിരിക്കുന്നത്. അതായത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അവരുടെയാണ് ഭൂരിപക്ഷം. അപ്പം ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ അവിടെയുള്ള മറ്റു മതവിഭാഗക്കാർ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ഷൻ അങ്ങ് ബോയ്ക്കോട്ട് ചെയ്തേക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് പാർട്ടിയോ മതമോ ഒന്നും നോക്കണ്ട, ഇലക്ഷൻ അങ്ങ് ബോയ്ക്കോട്ട് ചെയ്തേക്കണം. ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്യുമ്പോൾ ഇതൊരു ഇഷ്യൂ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അത് ശരിക്കും ഒരു ഇഷ്യൂ ആയി. കാരണം ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു വിഭാഗക്കാർ, ക്രിസ്ത്യൻസ്, അവിടുത്തെ ഹിന്ദുസ് കംപ്ലീറ്റ് ആയിട്ട് ബോയ്ക്കോട്ട് ചെയ്തു. ഇഷ്യൂ അത്. കാരണം ജനാധിപത്യ ഇന്ത്യയിൽ അത് ചോദ്യം ഉണ്ടാകും. എന്തുകൊണ്ട് ഇവർ ബോയ്ക്കോട്ട് ചെയ്യുന്നു? എന്താണ് അവരുടെ പ്രശ്നം? എന്താണ് അവരുടെ ഭീതി? എന്ത് അപ്രിഹെൻഷനാണ് അവർക്കുണ്ടായിട്ടുള്ളത്? അതിന് ഒരു വഴി കണ്ടുപിടിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും മേളിൽ പ്രഷർ വരും. അവിടെയുള്ള ഈ CPM പൊളിറ്റിക്കൽ പാർട്ടിയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മറ്റു പൊളിറ്റിക്കൽ പാർട്ടീസും അവിടെ ലോക്കൽ പൊളിറ്റീഷ്യൻസ് ചിന്തിക്കും, ഇത് സീരിയസ് ഇഷ്യൂ ആണ്, ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കിയേ മതിയാകൂ.